പ്രാക്ടിക്കലിൽ നിങ്ങളോട് പോയിട്ട് ഒരു ഡോക്യുമെന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വേർഡിൽ ഒരു ഡോക്യുമെന്റ് ഒരു പ്രാക്ടിക്കൽ എക്സാം നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ഹലോ എവരിവൺ, നിയോസ് കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഡാറ്റ എൻട്രിയുടെ ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾ എല്ലാവരും എടുത്ത പേപ്പർ ആയിരിക്കും. ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ 4ാമത്തെ പാഠമാണ് നമ്മൾ നോക്കുന്നത്, ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ്. എങ്ങനെ നമുക്ക് ഡോക്യുമെന്റ്സിനെ ഫോർമാറ്റിംഗ് ചെയ്യാം, അതായത് അതിനെ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം, നമുക്ക് അതിലെങ്ങനെ മാറ്റങ്ങൾ വരുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്. ഡാറ്റ എൻട്രി എപ്പോൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ സിമ്പിൾ ആണ്. ഇതെല്ലാം ഏറ്റവും എളുപ്പമാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഒന്ന് നോക്കുക. ഇതൊക്കെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും ഇതിൽ മെജോറിറ്റി ഉള്ള ആളുകൾ. എന്നാൽ ഒരു വിഭാഗം ആളുകൾ കമ്പ്യൂട്ടർ തീരെ ഉപയോഗിക്കാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് കേട്ടിരിക്കുക, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ പറഞ്ഞ പ്രാക്ടിക്കലും ഇത് ഓറിയന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കമ്പ്യൂട്ടറിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ദാറ്റ് വിൽ ബി മോർ ഈസിയർ. ഓക്കെ, സോ ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോ വേർഡിനെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വേർഡ് പ്രോസസിംഗ് എന്നുള്ളൊരു പാഠം എടുത്തിരുന്നു. സോ ഈ പാഠം എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എഴുതണം, ടെക്സ്റ്റ് ചെയ്യണം അല്ലെ, എന്തൊക്കെയോ എഴുതണം. അപ്പൊ വാട്സാപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യൂലേ കീപാഡ് വെച്ചിട്ട്. അതേപോലെ നമ്മുടെ കീബോർഡിൽ നമ്മൾ എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യുന്നത് അത് നമ്മുടെ സ്ക്രീനിലോട്ട് വരും, നമ്മുടെ ഡോക്യുമെന്റിലോട്ട് വരും. സോ അവിടെ ഒരു ഇൻസേർഷൻ പോയിന്റ് ഉണ്ട്. എവിടെയാണ് ഇത് മിന്നി കത്തുന്നത്, അത് അവിടെ തൊട്ടാൽ നമുക്ക് എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കാര്യം പറയട്ടെ, വാട്ട് ഈസ് ഫോണ്ട്? ഫോണ്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഫോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഏത് രൂപത്തിലാണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത്, ആ ഡിസ്പ്ലേ ആവുന്നതിന് ഓരോ സ്റ്റൈലുകളുണ്ട്. ഇപ്പോ നമുക്ക് ടൈംസ് ന്യൂ റോമൻ എന്ന് പറഞ്ഞ ഒരു ഫോണ്ട് ഫാമിലി നമുക്ക് കാണാൻ പറ്റും. ഏരിയൽ എന്ന് പറയുന്നത് കാണാൻ പറ്റും. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പറഞ്ഞു തരാം എന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ടൈംസ് ന്യൂ റോമൻ ഇങ്ങനെ എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും. സ്റ്റൈലാക്കിയിട്ട് ഏരിയൽ ഇങ്ങനെയൊക്കെ പല സ്റ്റൈലിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഈ ടൈംസ് ന്യൂ റോമൻ എന്നുള്ളതിലാണ് എല്ലാവരും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുക. എല്ലാവരും യൂണിഫോമിൽ അക്സെപ്റ്റ് ചെയ്തത് ഒരു അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഫോണ്ട് സ്റ്റൈല് ഈ പറഞ്ഞ ടൈംസ് ന്യൂ റോമൻ ആണ്. ഏരിയലിൽ എഴുതുന്നതും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല കാലിബ്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിസൈൻസുകൾ ഉണ്ട്. സോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മക്കളെ, ഈ ഒരു എഴുതുന്ന സ്റ്റൈലുകൾ, കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ ഫോണ്ട് എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ ഫോണ്ടിന്റെ ഫാമിലിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ പറഞ്ഞ ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ, കാലിബ്രി, ഇങ്ങനെ ഒരുപാട് ഫാമിലി ഫോണ്ട് ടൈപ്സ് വരുന്നുണ്ട്. പല രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ എഴുതാൻ പറ്റും. സോ അത് നമുക്ക് ഫോൺസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറേ മോഡൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ എഴുതേണ്ടത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ആ ഫോർമാറ്റിലാണ് പിന്നെ അത് ടൈപ്പ് ആവുക. കൂടുതലും നമ്മൾ ടൈംസ് ന്യൂ നോർമൽ ആണ് അക്സെപ്റ്റ് ചെയ്യാറുള്ളത്. അതൊരു ഒരു ഫോർമൽ വേ ഓഫ് ടൈപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ടെക്സ്റ്റിംഗ് ആണ്. സോ ഇതാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ വാട്ട് ഈസ് ഫോണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ടൈപ്പ് ഫേസ് എന്ന് പറയുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്.